ഇതിൻ്റെ അകത്ത് തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, ഇത് മൊത്തം പേസ്റ്റ് അടിക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. പിന്നെ ഇത്രയും ചിക്കൻ. ഇതെനിക്ക് ഇന്നത്തേക്കും നാളത്തേക്കുള്ള. പിന്നെ ഇത് അരി നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് എന്തെല്ലാം ഇട്ടിക്കാണ്, ഇഞ്ചി അല്ല ജീരകം, കുരുമുളക്. ഈ തക്കാളി മൊത്തം അതിലേക്ക് ഇട്ട് വാട്ടണം. മൊത്തം ഇട്ട് എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. എന്നിട്ടിത് ഉപ്പിട്ട് വാട്ടി വേഗം പാടി ഇല്ല ഇല്ല. നമ്മൾ വാടിയിട്ട് കെട്ടാകാം. ഇനി തക്കാളി ഇടണം. തക്കാളി ഉള്ളി വാടിക്കേണ്ടി തക്കാളി ഇടുക. തക്കാളി മൊത്തം ഇടണം. കയ്യിലെടുത്തു ഇത് വാട്ടുക. വാടട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഇടണം. ഇങ്ങനെ ഇത് മൊത്തം ഇത് വാട്ടണം. ഒന്നും വേസ്റ്റ് ആക്കരുത്. മൊത്തം വടിച്ചിടണം. നേരത്തെ അടിച്ച ഇഞ്ചിയും പച്ചമുളകും പിന്നെ എന്തിനും വെളുത്തുള്ളി അത് ഇതിലേക്ക് ഇങ്ങനെ ഇടുക. ഇത് കുറച്ച് വെള്ളം വാങ്ങിക്കാൻ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇങ്ങനെ വെക്കുക. ചിക്കൻ എപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് തൈര് എടുക്കണം. തൈര് പൊട്ടിച്ച് कईल इधर नहीं है. തൈര് കുറച്ച് തൈര് ഒരു നുള്ളും വീഴുക. ചതക്കുക. എന്തൊരു മണം. ഇനി നേരെ ചിക്കൻ എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഇടുക. ഇത് തിളച്ചോ നോക്കണം. തിളച്ച് തിളക്കിട്ടം പോലെ ഇനി അരിയുടെ ഒരു അരി മഹാ അരി ഇടരുത്. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചു. അരി ഉപ്പ് നോക്കണം. ഉപ്പ് നമ്മൾ കുക്കർ തീ കൂട്ടി വെക്കണം. ഒരു വിസിൽ വന്നിട്ട് തീ കൂട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് ഒരു 2 വിസിൽ. എന്നിട്ട് തുറക്കരുത്. തീ ഓഫാക്കിയിട്ട് അവിടെ ഒരു 10-20 മിനിറ്റ് വെക്കുക. എന്നിട്ട് തുറന്നാക്കില്ല കിട്ടില്ല പോലത്തെ കപ്സ കിട്ടും. ഡ്യൂട്ടിക്കെല്ലാം പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സുഖമായിരിക്കും. ഓക്കെ. ഇനി തൈരിനേക്കുള്ള ഉള്ളി കണ്ണില് മുളക് ഇറച്ചി നല്ല മണം വരുന്നുണ്ട്. ചോറെന്താ നോക്കുക.
ഓക്കെ